ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല രുചിയായിട്ടുള്ള പരിപ്പുവടയും എന്താ പിന്നെ പറയുന്നത് നല്ല ഏത്തപ്പഴം ബോളിയും പിന്നെ നമ്മുടെ പഴംപൊരിയൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ടല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് അപ്പൊ മാഗ്നിസ്കേപ്സിൽ ആദ്യം കാണിക്കാൻ പോകുന്നത് നല്ല റണ്ണേഴ്സ് ആണ്. റണ്ണേഴ്സ് പറയുമ്പോൾ ഏത്തപ്പഴം ബോളി എന്നൊക്കെ പറയുമ്പോഴില്ലേ, നല്ല പഴംപൊരി എന്നൊക്കെ പറയുമ്പോഴില്ലേ, നമുക്ക് നല്ല കൊതിയാവുന്നില്ലേ. അപ്പൊ വീട്ടിലുണ്ടാക്കുന്നതിന് ഭയങ്കര ടേസ്റ്റാ കേട്ടോ. അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതും ടേസ്റ്റാ, ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ നല്ല റണ്ണേഴ്സ് ആണ്. ഈ റണ്ണേഴ്സ് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയാമോ, നമ്മുടെ ടേബിളിന്റെ മുകളിലിടുന്ന ഒരു നല്ല ഭംഗിക്കൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സൂത്രമാണ് റണ്ണേഴ്സ്. അപ്പൊ ഇതിന്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതുപോലെ നല്ല നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ വീടിന് മാച്ചിങ് ഓൾമോസ്റ്റ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ അത് അവൈലബിൾ ആണ്. അതൊരു 6 to 8 സീറ്ററും 4 സീറ്ററും അങ്ങനെ ഡിഫറെൻറ്റ് സൈസസിൽ അതുണ്ട് കേട്ടോ. ചിലതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും, കാരണം ഡിപ്പെൻസ് അപ്പോൺ ദ പ്രിന്റ്, ഡിപ്പെൻസ് അപ്പോൺ ദ ടെക്സ്ചർ, അതിനൊക്കെ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവുമേ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുമാണ്. ഈ ഞാൻ ആക്ച്വലി കണ്ടിട്ടുള്ളത് റണ്ണേഴ്സൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ഇട്ട് നല്ല പൂക്കളോ എന്തെങ്കിലുമൊക്കെ വെച്ചൊക്കെ ഇട്ട് നമ്മുടെ ഡൈനിങ് ടേബിള്, സൈഡ് ടേബിള്, മീൻസ് ഓരോ കോർണറിലൊക്കെ ഉള്ള ടേബിളൊക്കെ ഇടാൻ റണ്ണേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ റണ്ണേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ പൊട്ട ടേബിളാണെന്ന് വിചാരിക്കുക. എല്ലാവർക്കും നമ്മളെ നല്ല ഗ്ലാസ് ഇട്ട ടേബിളും നല്ല വുഡൻ ടേബിളും എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കിടക്കത്തില്ലോ. അപ്പൊ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് റണ്ണേഴ്സ് ഇടാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് മീൻസ് നമ്മൾ എങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വെക്കാം എന്നുള്ള ഒരു കുറുക്ക് ബുദ്ധിയാണ് ഞാൻ പറയുന്നത്. കാരണം ചില സമയത്ത് നമുക്ക് അതിന് അഫോർഡ് ചെയ്യാനുള്ള പൈസ ഉണ്ടാകത്തില്ല. അപ്പൊ ഇത് മീൻസ് ഒരു വലിയൊരു ടേബിൾ പുതിയത് മേടിക്കാനൊക്കെ അപ്പൊ ഇതുപോലെ റണ്ണേഴ്സ് ഒക്കെ വെച്ച് നമുക്ക് വെക്കുമ്പോൾ ഇച്ചിരി നല്ലതാ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അത് നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ച എല്ലാം കിട്ടും, അതല്ല ഞാൻ പറഞ്ഞത്. മീൻസ് ഒറ്റയടിക്ക് നമുക്കൊരു സാധനം മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഉള്ളത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ്, വളരെ അഫോർഡബിൾ ആയിട്ട് ഡെയിലി യൂസിന് നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് ലൈറ്റ് വെയിറ്റ് ക്യൂൺ സൈസും ഉണ്ട്, ആദ്യം തന്നെ പറയണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇത് കണ്ടോ, ഈ പ്രിന്റ് നമുക്കൊരു 5 മാസം മുമ്പ് വന്നിട്ടുണ്ട്. ഇതിന്റെ സെന്റർ പോർഷനുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, ജക്കാർഡ് കോട്ടൺ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അത് നല്ല സോഫ്റ്റ് ആണോന്ന് ചോദിച്ചാൽ സോഫ്റ്റും അല്ല, തിക്കാണോന്ന് തിക്കും അല്ല, ഒരു ഇടയ്ക്കുള്ള ഒരു സൈഡാണ്. പക്ഷെ അതിന്റെ തുണിയുണ്ടല്ലോ, ഈ ജക്കാർഡ് കോട്ടന്റെ തുണികൾ എപ്പോഴും ഒരു ഇങ്ങനെ കുരുകുരാന്നല്ല, ഒരു ക്രഷ്ഡ് ആയിട്ടിരിക്കും. അതാണ് ഈ ജക്കാർഡ് കോട്ടന്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പൊ അത് വേഗം കണ്ടാലൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ, അത് ആ മെറ്റീരിയൽ അങ്ങനെയാണ് കേട്ടോ. അതിന്റെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുപോലത്തെ ഈ കിങ് സൈസ് ബെഡ്ഷീറ്റ് മേടിച്ച് പുതയ്ക്കുന്ന ആൾക്കാരുണ്ട്, കാരണം ഇത് തിക്കാണല്ലോ. ഇതിന്റെ സൈഡ് ബോർഡർ ഉണ്ടല്ലോ, 4 സൈഡിലും പ്ലെയിൻ കളർ ആയിരിക്കും കേട്ടോ. അത് നമ്മൾ എക്സ്ട്രാ അടിച്ചു വെച്ചിരിക്കുന്ന പ്ലെയിൻ ബോർഡർ ആണ്. അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പ്ലെയിൻ ബോർഡർ ഇതിന്റെ കൂടെ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അത് 4 സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് പറയുവാണ്. ഇതിന്റെ സൈസ്, ടോട്ടൽ സൈസ് വന്നിട്ട് 100 into 108 ഇഞ്ചസ് ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് 17 into 27 ഇഞ്ചസ് ആണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്താണെന്നറിയത്തില്ല, ഈ നാരങ്ങ വെള്ളം, മാങ്ങ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പണ്ടൊക്കെ മഞ്ഞ കളർ ആൾക്കാർക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇപ്പൊ മഞ്ഞ ചുരിദാറ്, ഓറഞ്ച് ചുരിദാറ്, പീച്ച് ചുരിദാറൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല നാരങ്ങ കേട്ടോ. ഈ നാരങ്ങ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് ചോദിച്ചാൽ, ഈ നാരങ്ങ കുഞ്ഞു നാരങ്ങ കേട്ടോ, വലിയ നാരങ്ങയല്ല. ഈ നാരങ്ങയൊക്കെ അത് പൂവുണ്ട്, നല്ല ഇലകളുണ്ട്, റൂമിൽ വിരിച്ചിട്ടാണല്ലോ, നല്ല പ്രകാശമായിരിക്കും കേട്ടോ, നല്ല രസമാണ്. ഇതിന്റെ സൈഡ് ബോർഡർ ഉള്ളത് ഈ ഒരു കളറാട്ടോ, അതായത് ലൈറ്റ് പിസ്ത കളറ്. പിസ്ത എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഞാൻ ഈ കളർ പറയുമ്പോഴില്ലേ, കറക്റ്റ് കളറൊന്നും എനിക്ക് അറിയത്തില്ല, സത്യത്തിൽ ഞാൻ പറയുക. ഇപ്പൊ പുതിയ പുതിയ വേർഡ്സ് ആണ് കളറിന് പോലും പറയുന്നത് കേട്ടോ. എനിക്ക് മീൻസ് പേരുകൾ എനിക്കത് അറിയത്തില്ല. വീഡിയോസ് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ കളറ്, വ്യത്യാസമൊന്നുമില്ല. കാരണം നമ്മൾ ഹൈ ക്വാളിറ്റി മീൻസ് എടുക്കുന്ന ഹൈ ക്വാളിറ്റിയിലാണ് കേട്ടോ. ഇതിന് തന്നെ പിക്സൽസ് ഒക്കെ
ഭയങ്കര ഹൈ ക്വാളിറ്റിയിലാണ്. അപ്പം നിങ്ങൾ കാണുമ്പോഴും നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പോൾ മീൻസ് ലൈക്ക് നല്ല രസമായിട്ട് നിങ്ങൾ എന്ത് കാണുന്നോ അതുപോലെ തന്നെയായിരിക്കും അവിടെ വരുന്നത്. ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഷെയ്ഡിൽ ഒരു എന്താ പറയുക ഡാർക്ക് ബ്ലാക്കിന് ഒരു ഇച്ചിരി വ്യത്യാസം, അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് ഇത് വേണം. എന്ത് രസമാണെന്ന് നോക്കി, നല്ല കുരുകുരാ പൂവ് കേട്ടോ. ഇതുപോലത്തെ ഒരു കുഞ്ഞ് ബെഡ്ഷീറ്റ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എവിടെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിൽ വിചാരിക്കുക എനിക്കറിയത്തില്ല. നല്ല രസമായിട്ടുള്ളൊരു നല്ലൊരു ഡിസൈന്. ഈ സൈഡിലുള്ള ഈ ഒരു കളറുണ്ടല്ലോ, നല്ല കളറല്ലേ. ഇപ്പം ഈ ബെഡ്ഷീറ്റിലോട്ട് നിങ്ങൾ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് ഇതുണ്ട്. ഇതിനകത്തൊരു ചെറിയൊരു പൂ കാണുന്നുണ്ട്, ഞാൻ തൊട്ട് കാണിക്കുന്നത്. ഇതുണ്ട് ഈ കൊലകൊലാ കിടക്കുന്ന പൂവ്. ഈ ഒരു പിങ്ക് കളർ പൂ ഇപ്പം എവിടെയെങ്കിലും കാണാറുണ്ടോ? അതിങ്ങനെ കൊലകൊലാന്ന് കിടക്കുന്ന ഒരു എനിക്ക് തോന്നി ഇപ്പം എല്ലാവരുടെയും മാട്ടുംപുറത്തൊക്കെയാണ് അത് കിടക്കുന്നത്. പിന്നെ മുറ്റത്തൊക്കെ ഉണ്ടാവും. നല്ല രസമായിട്ടുള്ള കുഞ്ഞ് പിങ്ക് കളറ് പൂവാണ്. മീൻസ് എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിൽ അത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ കൊലകൊലാന്ന് കുഞ്ഞായിരുന്നപ്പോൾ കിടക്കുന്ന എൻ്റെ ഒരു ഓർമ്മയിൽ അതിപ്പോൾ ഒന്നും ഇല്ല കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അത് നല്ലതായിട്ട് ഈ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അതിന് പോയി വെള്ളം ഒഴിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോഴില്ലേ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നല്ല രസമാണ്. അന്നൊന്നും അതിൻ്റെ വാല്യൂ ഒന്നും അറിയത്തില്ലായിരുന്നു. കാണാൻ നല്ലതാണല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും കേട്ടോ. ഇത് കേട്ടോ അടുത്ത ഷീറ്റ് നല്ലൊരു ഷീറ്റാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നല്ല ഉരുണ്ട നല്ല റോസാപ്പൂവാണ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നല്ല ഭംഗിയാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ്. ഇത് 100% കോട്ടൺ അല്ല, ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പക്ഷെ 100% കോട്ടൺ അല്ല എന്ന് ഞാൻ പറയുമ്പോഴില്ലേ 95% കോട്ടൺ ആയിരിക്കും, 5% കോട്ടൺ അല്ല. കാരണം ചില ആൾക്കാർക്ക് കോട്ടൺ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെയുള്ള പക്ഷേ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ട് അറൗണ്ട് എനിക്ക് തോന്നുന്നു 25 പീസോളം നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ള ഒരു പീസാണ് കേട്ടോ. അപ്പോൾ റീസ്റ്റോക്ക് വന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഉള്ള ഒരു ഷീറ്റാണ് കേട്ടോ. നല്ല രസമായിട്ട് ഇത് ബോക്സ് പാക്കിങ്ങിലായിരുന്നു വരുന്നതുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ബോക്സ് പാക്കിംഗ് വേണമെങ്കിൽ നമുക്ക് ആക്കി തരാം, അല്ലെങ്കിൽ ബോക്സ് പാക്കിംഗ് ഇല്ല കേട്ടോ. ഇതുണ്ട് നല്ല രസമായിട്ടുള്ള അതിൻ്റെ 2 വലിയ പില്ലോ കവേഴ്സ്. ഇനിയുള്ളത് ലൈറ്റ് വെയിറ്റ് 100% കോട്ടൺ ബെഡ്ഷീറ്റാണ്. ക്യൂൺ സൈസാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ വേറെ കളറെല്ലാം കാണിച്ചപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ അല്ല വൈറ്റിൽ. നല്ല അതായത് നമുക്കിപ്പം വില ഒരുപാട് കൊടുത്ത് വാങ്ങിക്കാതെ നല്ല പ്രീമിയം ലുക്കായിട്ട് തോന്നുക, നല്ല കിടക്കാൻ നല്ല സുഖം, അലക്കാൻ നല്ല സുഖം, വാഷിംഗ് മെഷീനിൽ കഴുകാം, ആരുടെ സഹായം ഇല്ലാതെ പിരിയാം, അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ ഒരു ബെഡ്ഷീറ്റ് നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. ആരും വിളിക്കണ്ടാണ് ഒന്ന് പിങ്ങി വരാമോ എന്നൊക്കെ ചോദിക്കുക. ചില സമയത്ത് നമ്മുടെ ചേട്ടന്മാർക്കും എല്ലാവർക്കും ഒക്കെ ഒരു ഇതായിരിക്കുമല്ലോ, നമുക്കും ഭയങ്കര ജാടയായിരിക്കുമല്ലോ ആ സമയത്ത്. അപ്പോൾ മീൻസ് വയസ്സ് ഇങ്ങനെ ആകാമല്ലോ, വയസ്സ് വേഴ്സ ആകാമല്ലോ. ഇതിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ്. ഈ ഷീറ്റും നല്ല രസമാണ്. ഇതിൽ ചെളി പറ്റിയാൽ അറിയത്തില്ല. മീൻസ് നല്ല പ്രകാശമുണ്ട്. ഇത് ക്യൂൺ സൈസ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, 100% കോട്ടൺ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് ഇതിനൊക്കെ ഡിഫറെൻറ്റ് റേറ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഓരോ പ്രിൻറ്റിനനുസരിച്ചാണ് അതിന് വില വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് തൊട്ട് നോക്കി വാങ്ങിക്കാം. താഴെ കിടക്കുന്ന വാട്സപ്പ് നമ്പറിൽ എവിടെ ഇരുന്ന് നിങ്ങൾ ഓർഡർ ചെയ്താലും ആ വാട്സപ്പ് നമ്പറിൽ രാവിലെ നമ്മുടെ മാഗ്നസ്കേപ്സ് തുടങ്ങുന്നത് രാവിലെ 10 മണി തുടങ്ങി 7 മണി വരെയാണ് കേട്ടോ. അപ്പം പക്ഷേ നമ്മുടെ വാട്സപ്പ് ഓർഡർ എടുക്കുന്ന 10:15 തുടങ്ങി വൈകുന്നേരം 6:15 വരെയാണ്. അത്രയും നേരം നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിച്ചെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മേടിക്കാം. ഇനി നിങ്ങൾക്ക് രാത്രിയിൽ ആ വീഡിയോ കാണുന്നതിനുള്ള എല്ലാ വോയിസ് മെസ്സേജ് ഇട്ട് വിട്ടാൽ മതിയേ. കാരണം എല്ലാവരും ഒരു കുഴപ്പമില്ല, വോയിസ് മെസ്സേജിന് എല്ലാ റിപ്ലൈ കിട്ടും. 100% നമ്മൾ അതിനകത്ത് ഗ്യാരണ്ടി. ഇത്രയും നാൾ നമ്മൾ കാണുന്നതാണല്ലോ. പിന്നെ ഇവിടെ ഒന്ന് തൊട്ട് നോക്കി വാങ്ങിക്കാൻ പറ്റും. വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. വെബ്സൈറ്റിൽ ലൈറ്റ് വെയിറ്റ് ബെഡ്ഷീറ്റിൻ്റെ ഫോട്ടോസ് വന്നിട്ടില്ല. പിന്നെ നമ്മുടെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. അതായത് നമ്മുടെ മെട്രോ പില്ലർ നമ്പർ 795 സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. ഇവിടെ വന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ റോഡ് എങ്ങനെ വരുന്നത്? മെട്രോ പില്ലറിൻ്റെ സൈഡിലുള്ള റോഡ് ചെറുപറമ്പത്ത് റോഡ് 200 മീറ്റർ ഫ്രണ്ടിലോട്ട് വരിക. റൈറ്റിൽ സെക്കൻഡ് ഗേറ്റ് ആണ് മാഗ്നസ്കേപ്സ്. ഫസ്റ്റ് ഗേറ്റ് കയറരുത് കേട്ടോ. പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ
നല്ല ഭംഗിയായിട്ട് വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. ലൈക്ക് ചെയ്യണം. പിന്നെ എന്താ, നമ്മുടെ ഇനിയുള്ള എല്ലാ ഞായറാഴ്ചയും നമ്മുടെ മാഗ്നിസ്കേപ്സ് കട മീൻസ് ഓപ്പൺ ആണ്. 10 മണി 5 മണി വരെ. 5 മണി കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ 5 മണി വരെ ഓപ്പൺ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. നല്ല പഴംപൊരിയൊക്കെ കഴിക്കണം, നല്ല ആദ്യം ആലോചിച്ച് നമുക്ക് കിട്ടുമോ ഇന്ന്. താങ്ക് യു.